മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത. അക്കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. വിവിധ സംഘടനകളുണ്ട് മുസ്ലിം സമുദായത്തിൽ, ചെറുതും വലുതുമായവ. അതിൽ ഏറ്റവും പ്രബലം എല്ലാ അർത്ഥത്തിലും സമസ്ത തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽ പെട്ടവർ മാത്രമല്ല, സമുദായത്തിന് പുറത്തുള്ളവരും അത് അംഗീകരിക്കും. ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂട് മാത്രമാണ്. ആ ചട്ടക്കൂടിന് ജീവൻ നൽകുന്നത്, ആളും അർത്ഥവും നൽകുന്നത് സമസ്തയാണ്. സമസ്തയുടെ പ്രവർത്തകരാണ്, അണികളാണ്. എന്നാൽ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് സംസ്ഥാന നേതാക്കൾക്കെതിരെ അഭിപ്രായം പറയും. സംസ്ഥാന നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും ചില പ്രതികരണങ്ങളൊക്കെ നടത്തും. അത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വലിയ ഭിന്നതയാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ PMA സലാം കുവൈത്തിൽ വെച്ച് സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമുണ്ട്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായം പറഞ്ഞത്. അത് വലിയ പ്രതിഷേധം സമസ്തക്കകത്ത് ഉണ്ടാക്കുകയും സമസ്തയിലെ യുവജന വിഭാഗം ഒന്നടങ്കം മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരികയും PMA സലാമിനെതിരെ രംഗത്ത് വരികയും PMA സലാമിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇതുവരെയും തീരുമാനമായിട്ടില്ല. നേരത്തെയും ഇതേ ആവശ്യം സമസ്തയിലെ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. PMA സലാം സലഫി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച്, മുസ്ലിം ലീഗിന്റെ വേദികൾ ഉപയോഗിച്ച് സലഫിസം പ്രചരിപ്പിക്കുകയാണ് PMA സലാം എന്ന ആരോപണം വരെ ഉയർത്തി സമസ്തയിലെ നേതാക്കൾ. ഇപ്പോൾ PMA സലാം മാപ്പൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. PMA സലാമിനെതിരെ കുഞ്ഞാലിക്കുട്ടി വരെ രംഗത്ത് വരേണ്ട അവസ്ഥ പോലും ഉണ്ടായി. എന്ന് വെച്ചാൽ തർക്കം തുടരുകയാണ് എന്നർത്ഥം. ഇപ്പോഴിതാ ആ തർക്കത്തിൽ മറ്റൊരു കൂട്ടർ കൂടി ഇടപെട്ടിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാറില്ല. പക്ഷേ സമസ്തയിൽപ്പെട്ട, സമസ്തയുടെ അണികൾ മുസ്ലിം ലീഗിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അവർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്, CPM പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് മതേതര രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അതിൽ നേതാക്കന്മാരായവർ വരെയുണ്ട്. ആ നേതാക്കന്മാർ ഇപ്പോഴിതാ രംഗത്ത് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ, PMA സലാമിനെതിരെ. ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ അപമാനിച്ച, സമസ്തയെ നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ നിലക്ക് നിർത്തണം എന്നാണ് സമസ്തയിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് KC വേണുഗോപാലിനോടാണ്. ആ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് VD സതീശനോടാണ്, K സുരേന്ദ്രനോടാണ്. കോൺഗ്രസ് നേതാക്കളോട് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടണം. മുസ്ലിം ലീഗ് നേതാക്കൾ നിരന്തരം സമസ്തയെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു, സമസ്ത നേതാക്കളെ പരസ്യമായി വിമർശിക്കുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടണം. മുസ്ലിം ലീഗ് നേതാക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഈ ആവശ്യമാണ് സമസ്തയിൽ അംഗങ്ങളായ കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമസ്തയുടെ അണികളായ കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ് ആവശ്യപ്പെട്ടത്? പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. റഹീം വെറ്റക്കാരൻ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. സലീം കയ്പമംഗലം, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. ഷഹദ് മുഴിക്കൽ, സെക്രട്ടറി KSU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ആസിഫ് KM, KSU സംസ്ഥാന കൺവീനർ. അബ്ദുൽ അസീസ് പടവലടുക്ക, യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് അസംബ്ലി മണ്ഡലം സെക്രട്ടറി. ഷഹീൻ ദേശമംഗലം, വെള്ളത്തോൾ നഗർ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്. അബ്ദുൽ വാജിദ് CK, AIPC മെമ്പർ കേരള N മഹാരാഷ്ട്ര. ഷാഹിം വെള്ളിമാടുകുന്ന്, മെമ്പർ ദുബൈ ഇൻകാസ്. സാലി KSU കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി. മുഹമ്മദ് ഇസാഖ്, യൂത്ത് കോൺഗ്രസ് കുറുമ്പിലാവ് ബൂത്ത് പ്രസിഡന്റ്. എന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടറിമാർ മുതൽ ബൂത്ത് പ്രസിഡന്റുമാർ വരെയുള്ള സമസ്തയുടെ അണികളായ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് നിരന്തരമായി സമസ്തയെ അധിക്ഷേപിക്കുന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അധിക്ഷേപിക്കുന്നു, സമസ്തയുടെ നേതാക്കളെ അധിക്ഷേപിക്കുന്നു. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. അതിന് KC വേണുഗോപാൽ ഇടപെടണം, VD സതീശൻ ഇടപെടണം, K സുധാകരൻ ഇടപെടണം, രമേശ് ചെന്നിത്തല ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. എന്താണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്? അതിങ്ങനെയാണ്: കോൺഗ്രസ്സുകാരായ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു ബഹുജന മതപ്രസ്ഥാനമാണ് സമസ്ത, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. സമസ്തയുടെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമായി UDF-നോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. സമീപകാലത്ത് സമസ്തയുടെ അധ്യക്ഷനെയും നേതാക്കളെയും പ്രവർത്തകരെയും അപരവൽക്കരിക്കുന്ന സമീപനം UDF-ലെ ചില നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് മത്സരിച്ച പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ
കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കുന്ന വിധത്തിൽ സമസ്തയ്ക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്താൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തെ പോലും സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. സമസ്തയിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെയും അനുഭാവികളെയും വരെ വേട്ടയാടുകയും ചാപ്പ കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ വിഷമത്തിൽ പരിഹാരം കാണണമെന്നും സമസ്തയ്ക്കെതിരെ നടക്കുന്ന വിഭാഗീയ പ്രചരണത്തിൽ നിന്നും മുസ്ലിം ലീഗിനോട് പിന്മാറണമെന്ന് ആവശ്യപ്പെടണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ്. എന്ന് വെച്ചാൽ PMA സലാമിന്റെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത്, നിലപാടെടുക്കുന്നത് സമസ്തയുടെ അണികളായ കോൺഗ്രസ് നേതാക്കൾ. സമസ്തയുടെ അണികൾ കോൺഗ്രസിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഇതാ ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു, മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തെ പോലും സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് PMA സലാമിനെതിരെയുള്ള വിമർശനം കടുപ്പിക്കുന്നത്. ഇപ്പോൾ 11 നേതാക്കളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 11 പേർ മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവർത്തകർ, സമസ്തയുടെ അണികൾ കോൺഗ്രസിലുണ്ട്. അവരൊക്കെ ഈ വികാരം വെച്ചു പുലർത്തുന്നവരാണ്. ആ വികാരമാണ് ഈ 11 പേരിലൂടെ പുറത്തു വന്നത് എന്നുറക്കണം. അതിനുശേഷം പറയുന്നു, സമസ്തയിലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെയും അനുഭാവികളെയും വരെ വേട്ടയാടുകയും ചാപ്പ കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ സമസ്തയിലെ അണികൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചാൽ അവർക്കെതിരെ നിരന്തരം അധിക്ഷേപം ഉന്നയിക്കുന്നു, അവരെ ചാപ്പ കുത്തുന്നു, അവരെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും. ഇത് അവസാനിപ്പിക്കണമെന്ന് അവരോട്, എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെടണം. ആരാണ് ആവശ്യപ്പെടേണ്ടത്? KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് സമസ്തയുടെ അണികളായ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ വിഷയം സജീവ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമാണ്. പെട്ടെന്ന് കെട്ടടങ്ങുന്ന വിഷയമൊന്നുമല്ല. സമസ്തയെ ഒരു നിരന്തര പ്രവർത്തനമായി മാറിയിട്ടുണ്ട്. സമസ്ത പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഖാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ നേതാവായി പാണക്കാട് തങ്ങൾ മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ വലിയ വിമർശനമാണ് സമസ്തയിൽ നിന്ന് ഉയർന്നു വന്നത്. അങ്ങനെ വിമർശനം ഉന്നയിച്ച ആളെ ഒറ്റപ്പെടുത്താനുള്ള സമീപനം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് PMA സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ, ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിൽ, മുസ്ലിം ലീഗ് നേതാക്കളുടെ മനസ്സിൽ സമസ്ത വിരുദ്ധ നിലപാടുണ്ട്. അത് അറിയാതെ പുറത്തു വരികയാണ്. അത് പലപ്പോഴും തികട്ടി പുറത്തു വരികയാണ്. സമസ്തയെ ഇങ്ങനെ എത്ര അധിക്ഷേപിച്ചാലും, എത്ര ചവിട്ടിയാലും, എത്ര മോശമായി പറഞ്ഞാലും സമസ്ത നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും, മുസ്ലിം ലീഗിനൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഇവർക്ക് എവിടെ പോകാൻ കഴിയും എന്ന ചോദ്യമാണ്. കാരണം സമസ്തയുടെ അണികൾ ഒന്നടങ്കം മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുകയാണ്. സമസ്ത വേറിട്ട് പോയാൽ സമസ്തയിൽ പിളർപ്പുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നിരന്തരമായ അധിക്ഷേപം സമസ്തക്കെതിരെ മുസ്ലിം ലീഗ് നേതാക്കളുടെ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായ സമസ്തയുടെ അണികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ ഇടപെടണം കോൺഗ്രസ് നേതാക്കൾ എന്നാണ് ഇവരുടെ ആവശ്യം. ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അത്തരം ഒരു ചർച്ച, അത്തരമൊരു ആവശ്യം ഈ കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു എന്നത് കോൺഗ്രസിന് ഇന്ന് ഒരു തലവേദനയായിട്ടില്ല എങ്കിലും ഭാവിയിൽ അതൊരു വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം അത് മെല്ലെ മെല്ലെ തുടങ്ങിക്കഴിഞ്ഞു സമസ്ത. മുസ്ലിം ലീഗ് സമസ്തയെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അതിൽ ഇടപെടുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുന്നു. കാരണം സമസ്തയുടെ വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകുന്നത് ആരാണ്? സമസ്തയുടെ അണികളാണ്, മുസ്ലിം ലീഗിന്റെ അണികളാണ്. അതേപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അവിടെയും സമസ്തയുണ്ട്. അങ്ങനെ സമസ്തയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് നേതാക്കൾ ജയിച്ചു വരുന്നുണ്ട്. ആ സമസ്തയുടെ പ്രവർത്തകർ കോൺഗ്രസിലുമുണ്ട്. അതുകൊണ്ട് സമസ്തയെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് അവസാനിപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെയും കൂടി ആവശ്യമാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇടപെടുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. സമസ്തയിലെ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തൽക്കാലം കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകില്ല എങ്കിലും മെല്ലെ മെല്ലെ അതൊരു വലിയ പ്രശ്നമായി മാറും. സമസ്തയുടെ അണികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
കോൺഗ്രസിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം, മുസ്ലിം ലീഗിന് എതിരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഇതൊരു വലിയ പ്രശ്നമായി മാറില്ല. 11 പേർ മാത്രമാണ് ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. നാളെ അത് 11-ൽ നിന്ന് 11,000 മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.